പക്ഷെ അതില് ഹാറ്റ്സ് ഓഫ് നമ്മൾ പറയുന്നത് ഈ ലൈറ്റ്മെൻ ഇവരോടൊക്കെ അവിടെ ഒരു 2 kV വെക്കെന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ ഇന്ന് വരെ ചവിട്ടാത്ത സ്ഥലമായിരിക്കും. ഇത്ര കാടും ചെടിയൊക്കെ ഉണ്ടാവും. അവിടേക്ക് ഇവര് ചവിട്ടിയിട്ട് അങ്ങ് പോകും. സോ അത് ഞാനുണ്ടാവുന്നൊക്കെ അവരോട് പറയും ലൈക്ക് യു ടു ബി കെയർഫുൾ, ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കയറി പോകരുത്. സോ അങ്ങനത്തെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ജനറലി ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ഐ തിങ്ക് ഒരു ഗ്രേസ് ഓഫ് ഗോഡ് ഇങ്ങനത്തെ, ബിക്കോസ് യുവർ ഇന്റൻഷൻ ഇസ് ക്ലിയർ. ശരിക്കും പല പ്രശ്നങ്ങളും വരാവുന്നൊരു സംഭവിച്ചിട്ടില്ല. അത് വളരെ എന്താ പറയാ തമാശയോട് കൂടി പറയുന്നത്. ഇത്രയും സീരിയസ് ആണ് ഇപ്പോഴാ തോന്നുന്നു ഇത്രയും സീരിയസ് ആയിരുന്നു ഇത് ശരിയല്ലേ? ഏതായാലും പടം കഴിഞ്ഞല്ലോ. ഇറങ്ങി വന്നില്ലായിരുന്നോ അവിടോട്ടൊന്നും? ആര് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴറിയാം. അതെ, നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നോ? ഷെയർ ചെയ്തൊക്കെ പടത്തുനിന്ന് കട്ട് ചെയ്താലോ? അല്ല പക്ഷേ എങ്കിലും നമുക്ക് എപ്പോഴും ആർട്ട് ഡിപ്പാർട്ട്മെന്റും അതിന്റെ അവരെല്ലാം ടേക്ക് അവരാദ്യം പോയി ക്ലീൻ ചെയ്യും, അവര് നോക്കും. അവർക്കും എന്ത് റിസ്ക് അല്ല. അവര് പക്ഷെ ബ്രേവ് ആയിട്ട് അത് പല സിനിമകൾക്കും നമ്മളിപ്പോ ചില വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കേണ്ട സമയമൊക്കെ വരും, ആദ്യം ഇവരാണ് വെക്കുക. അത് പക്ഷെ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവര് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നല്ല, അവര് നല്ല ധൈര്യത്തോടു കൂടി ഇപ്പൊ ഇത് ചെയ്യുന്ന എത്രയോ പടങ്ങളുണ്ട്. നമ്മളിപ്പോ ചില എസ്പെഷ്യലി ഹീറോയിൻസ് ഒക്കെ പോകേണ്ട സമയമുണ്ടോ, അവിടെ ചളിയാണോ ആഴാണോ കുഴിയാണോ, അവിടെ എന്തെങ്കിലും കമ്പുകൾ ഉണ്ടോ ഒന്നും അറിയില്ല. ചിലപ്പോ യു ഹാവ് ടു ജംപ് ഇൻ ടു ദ തിങ്. അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ഈ പടത്തിനും അതെ, ഇപ്പം സന്ദീപ് പറഞ്ഞില്ല ഇങ്ങനെ ഈ ക്ലിഫിൽ കയറുന്നതൊക്കെ അവരാദ്യം ഹെൽപ്പ് ചെയ്യും. ദേ വിൽ ക്ലിയർ ദ പ്ലേസ് ഫോർ യു. സോ അങ്ങനെ ഒരു ഡെഫിനറ്റ്ലി ആൻഡ് ആ ക്രൂ വിൽ ടേക്ക് കെയർ ഓഫ് സേഫ്റ്റി എല്ലാം നോക്കും. ശരിക്കും ഇവരാരും നമ്മൾ പോലും കേൾക്കാത്ത സ്ഥലങ്ങളാ. എങ്ങനെ കണ്ടുപിടിച്ച ഈ സ്ഥലങ്ങളൊക്കെ? അല്ല, ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കുറച്ച് ഡ്രൈ പ്ലേസ് ആയിരുന്നു ആദ്യത്തെ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ പ്ലാൻ. ഡ്രൈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഗ്രാസ് എന്നെല്ലാം പറയില്ല, ആ രീതിയിലുള്ള മലകളും കുന്നുകളെല്ലാം ഉള്ള സ്ഥലങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ നോക്കി, പല സ്ഥലങ്ങളും നോക്കിയിട്ടൊന്നും നമുക്ക് ഈവൻ ട്രിവാൻഡ്രം മുതൽ അങ്ങോട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സ് എല്ലാം നമ്മൾ തപ്പിയതാണ്. അതിലൊന്നും നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലേസ് കിട്ടിയില്ല. നമുക്ക് മെയിനായിട്ടൊരു മല വേണ്ട ആവശ്യമുണ്ടായിരുന്നു, അവിടെ ഒരു വീട് അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷെ അങ്ങനെ പ്രോപ്പറായിട്ട് പ്ലേസ് കിട്ടാതെയാണ് നമ്മൾ ഈ കാഞ്ഞാറിൻ്റെ ഭാഗത്ത് കിട്ടിയത്. അപ്പോൾ ഷൂട്ട് നമ്മൾ ഡിസംബറിൽ നമ്മൾ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തു. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഷൂട്ട് ചെയ്യാമെന്നല്ലേ, മെയിലിൽ ഈ ഡ്രൈ ടൈമിൽ ഷൂട്ട് ചെയ്യാമെന്നല്ലേ. പക്ഷെ സന്ദീപിൻ്റെ ആ സമയത്ത് വേറെ പടങ്ങളുണ്ടായിരുന്നു, പടക്കളത്തിൻ്റെ എല്ലായിട്ട് നമ്മൾ കുറച്ചും കൂടി ഡിലേ ആയി. അപ്പം തന്നെ അവിടെ നിന്നുള്ള ആൾക്കാർ, ലൊക്കേഷൻ മാനേജേഴ്സ് പറഞ്ഞു, നിങ്ങളിത് വിചാരിക്കുന്നില്ല, ഇവിടെ ചെറുങ്ങനെ ഒന്ന് മഴ പെയ്താൽ തന്നെ ആ ഡ്രൈനസ് പോയിട്ട് പച്ചപ്പ് വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ട് സമയത്ത് നോക്കുമ്പോൾ ടോട്ടലി ചേഞ്ച്ഡ്, ലൈക്ക് ഫുൾ ഗ്രീനറി ആയിരുന്നു. പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഇതൊരു വേറൊരു വിഷ്വൽ സംഭവമായിട്ട് മാറി എന്നല്ലാണ് നമുക്ക് എല്ലാം കൊണ്ടും. ഇതിന്റെ ഇപ്പൊ നിങ്ങൾ ടീച്ചർ കാണുമ്പോൾ ആ മിസ്റ്റ് എല്ലാം വന്നപ്പോൾ തന്നെ വേറെ ഒരു മൂടി, വേറെ ഡിഫറെന്റ് ഒരു സംഭവം കിട്ടി. അത് ബ്ലെസ്സിംഗ് ആണ്. നല്ല ഇപ്പൊ നമ്മൾ ഈ കിഷ്കിന്ധാകാന്ഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ നെക്സ്റ്റ് മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം എന്താ പറയാ, അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? 100% അത് എന്തായാലും ഉണ്ട്. എല്ലാവരും എന്നോട് പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്, ഏത് നെക്സ്റ്റ് പടം മോഹൻലാൽ വെച്ചിട്ട് മമ്മൂട്ടി സാറിന് ഇങ്ങനെ പല ഇത്. പക്ഷെ എന്താ പറഞ്ഞാൽ എല്ലാവരും തോട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ഞങ്ങൾ നെക്സ്റ്റ് വേറെ കുറച്ചും കൂടി വലിയ പടങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്. ആ രീതിയിലൊരു ചോദ്യങ്ങളും നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു. പക്ഷെ അങ്ങനെ കൂടുതൽ അതിൽ ഏറ്റെടുത്തില്ല, മീൻസ് മനസ്സിൽ കൊടുത്തില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു കണ്ടന്റ് ആയിട്ടുള്ള സംഭവം ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു എപ്പോഴും ഞാനും ബാബുലും. അങ്ങനെ പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു തോട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ പടം ചെയ്യുക, അത് നമ്മുടെ കഴിവ് കാണിക്കുക. എനിക്കൊന്ന് നമ്മൾ അതിൽ സക്സസ് ആയിരിക്കുന്നു എന്നാ തോന്നുന്നു, നിങ്ങളെനി കണ്ടിട്ട്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഫോറസ്റ്റ് വിട്ട് ഒരു കളി ഇല്ലല്ലോ എന്ന്. കാട്, പച്ചപ്പ്, ശരിക്കും കാടിനോടൊരു സ്നേഹം കൂടുതലുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കഥാപരമായിട്ട് സ്റ്റോറി അതിൽ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നാളെ അത് നെക്സ്റ്റ് ഒരു പിന്നെയും കാടിൻ്റെ കഥ വന്നാൽ ഞാൻ ചെയ്യും, അല്ലാതെ അങ്ങനെ ഓക്കെ ഇതിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾ ഇതിന്റെ ഫ്രെയിംസ് ഒക്കെ നോക്കുകയാണെങ്കിലേ, ടീച്ചറിനകത്ത് നോക്കുവാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി കമന്റ്സ് വരുന്നത് ഇതിന്റെ ഫ്രെയിംസിനെ കുറിച്ചിട്ട്. ഓരോ ഫ്രെയിം, സ്ക്രീൻ പ്ലേ എല്ലാം ടോപ്പ് നോച്ച് ആണെന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ടെക്നിക്കൽ ബ്രില്യൻസ്
അത് മസി അതെന്താ വെച്ചാൽ അത് ഏത് ഷോട്ട് എവിടെ പ്ലേസ് ചെയ്യണം, അത് എങ്ങനെ എഡിറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വിത്തൗട്ട് ലൈക്ക് എഫക്റ്റിംഗ് ദ മെയിൻ പ്ലോട്ട്, ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അത് കൊണ്ടുവന്നാൽ അതിനാണ് ആ ഒരു എക്സൈറ്റ്മെന്റ് അപ്പോഴല്ലേ വരും, നമുക്ക് ക്യൂരിയോസിറ്റി വരും എന്താണ് ഇതെന്ന് അറിയാനുള്ള. നിങ്ങൾ കാണുന്ന ടീച്ചറും ഞങ്ങൾ അപ്പോഴാണ് കാണുന്നത്. ഞങ്ങളുടെ സീക്വൻസുകളൊക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഡബിങ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു, പക്ഷെ അവരുടെ സീക്വൻസുകളും ഷോർട്സും നമുക്ക് അറിയില്ലല്ലോ. അത് ടീച്ചറിൽ വന്നപ്പോൾ അത് നമ്മൾ നേരിട്ട് കണ്ട സ്ഥലം അതെ ഇങ്ങനെയായിരുന്നു ആ ഒരു ചെട്ടലുണ്ടായിരുന്നു. അതെ അതെ അതെ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത്ര വ്യാപ്തിയിലല്ലോ നമ്മൾ കാണുന്നത്, ഇതിനൊരു നമ്മൾ ഡെപ്ത് പൊങ്ങിയിട്ടല്ലല്ലോ ആ കാണുന്നത്, അതെ 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 നമ്മൾ ഇങ്ങനെയല്ലേ കാണുന്നത്. അതെ അതെ അതെ. അതിന് വേറെ തലത്തിലൂടെ കാണിച്ചപ്പോ എന്റെ പൊന്നോ ഇവിടെയായിരുന്നു ഓടിയത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നാലോചിച്ച്. ഇതിന്റെ ഒരു ജോണർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇന്ന ജോണർ എന്ന് പറയാൻ പറ്റുമോ? മിസ്റ്ററി ഡ്രാമ. അതെ, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ആ രീതിയിൽ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു പക്ക മിസ്റ്ററി ഡ്രാമ, പീരിയോഡിക് ഡ്രാമ. അതെ. നരേൻ ചേട്ടാ, ഇപ്പോ നമ്മുടെ DSR ഇറങ്ങിയല്ലോ രാഹുൽ സദാശിവന്റെ. അപ്പോൾ ഇത് പറയുന്ന കൂട്ടത്തിൽ രാഹുൽ സദാശിവൻ മൂവീസ് ഒക്കെ ആകുന്ന കൂട്ടത്തിൽ നമ്മുടെ റെഡ് റെയിൻ മൂവിനെ പറ്റിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് കാലം തെറ്റി ഇറങ്ങിയ മൂവി അല്ലെ, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും കാലം തെറ്റി ഇറങ്ങിയ ഒരു മൂവി എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഇവര് പറയണമെന്ന് കാര്യം മനസ്സിലായി. പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രോബ്ലി ഞങ്ങൾക്കൊരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസും അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ദാറ്റ് വാസ് സംതിങ് വെരി ന്യൂ ഫോർ ദി ഓഡിയൻസ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ഏലിയനെ കാണിക്കുന്ന ഒരു പടമാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് വെരി ന്യൂ ഫോർ ദി പീപ്പിൾ. അത് പിന്നെ എപ്പോഴും പ്രൊഡക്ഷൻ ഹൗസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് വെൻ യു മേക്ക് എൻ അൺയൂഷ്വൽ സബ്ജക്ട്, ഒരു മാസ് സബ്ജക്റ്റിന് അതൊരു പ്രശ്നമല്ല. ആ സമയത്ത് പ്രോബ്ലി വി ഹാഡ് എ ബെറ്റർ ടീം സെറ്റപ്പ് ചെയ്യാൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്, പ്രോബ്ലി ഇറ്റ് വുഡ് ഹാവ് റീച്ച്ഡ് എ ലാർജർ ഓഡിയൻസ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ടീം വാസ് ലിറ്റിൽ ബിറ്റ്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ന്യൂ ജനറേഷൻ ടീമിന്റെ ഇടയിലാണ് അത് വന്നിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെന്റ്. അത് എനിക്ക് രാഹുൽ ആദ്യം വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് മലയാളത്തിലൊരു സിംഗ് സൗണ്ട് ആയിരുന്നു. ആൻഡ് രാഹുലിന്റെ ഫ്രണ്ട്സ് ആ പടത്തിൽ ആക്ച്വലി ഫോറിനേഴ്സ് കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പാലക്കാട് കാട്ടിൻ്റെ ഉള്ളിലായിരുന്നത്. ആൻഡ് ഭയങ്കര വിഷനായിരുന്നു രാഹുൽ. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു രാഹുൽ ഈ ഫിലിം മേക്കർ, ആ പടം കഴിഞ്ഞിട്ട് പടം കമേഴ്ഷ്യലി ഡിഡ്ന്റ് ഡു വെൽ, പക്ഷെ ആ ഫിലിം മേക്കർ രാഹുൽ ആക്ച്വലി ഷുഡ് കം അപ്പ് ബിഗ് എന്നുള്ളത് എപ്പോഴും വി യൂസ് ടു ഹാവ് ഫ്രണ്ട്ഷിപ്പ്. വി യൂസ് ടു കീപ് ദ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. രാഹുൽ എന്താണത്, വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂതകാലം വന്നു, ബ്രഹ്മയുഗം വന്നു. ദെൻ ഐ ആം വെരി ഹാപ്പി ലൈക്ക്. ആൻഡ് ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് പറയാം. ആ സമയത്ത് ആ ഒരു പ്രോജക്റ്റ് അപ്പോ ചൂസ് ചെയ്യണമെങ്കിൽ മേ ബി ഒരുപാട് പേര് എന്തിനാടാ നീ ഇതൊക്കെ ചെയ്യാൻ പോണത്, ഇതാണല്ലോ സ്ഥിരം ചോദ്യം. നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, മാൻ വിത്ത് എ വിഷൻ, വളരെ ജെന്യുവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണം. ജസ്റ്റ് ബിക്കോസ് എനിക്കറിയായിരുന്നു ഇത് പ്രൊഡക്ഷൻ്റെ ഇത് വരുന്ന ഇറ്റ് മൈറ്റ് നോട്ട് റീച്ച് എൻ ഓഡിയൻസ്, പക്ഷെ അതൊരു കാരണമാവരുത് എന്നുള്ള രീതിയിൽ ഐ വാണ്ടഡ് ടു സ്റ്റാൻഡ് വിത്ത് ഹിം ആൻഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. പിന്നീട് ഇപ്പൊ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ അറിയായിരുന്നു അല്ലേ? ഞാനിത് പലരുടെ അടുത്തും പറഞ്ഞിരുന്നു, പക്ഷെ ഇത് നമ്മുടെ ഈ പ്രശ്നത്തെ വെച്ചാൽ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, സക്സസ് ചെയ്ത് കാണിക്കുന്ന വേണം. അപ്പൊ ഇപ്പൊ ഓരോരുത്തരും നീ പണ്ടേ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാണ് പലരും പറയാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ഐ എം ഹാപ്പി. വിനീതേട്ടൻ അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് മൂവി എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് സിനിമകളുണ്ടോ? സോ മെനി ഫിലിംസ്, ബ്രില്യന്റ് ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ സിനിമ. ഇത് ആലോചിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട്, അത് ഓടിക്കൊള്ളുന്നില്ല. അതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ആയിരിക്കാം, ആക്ടേഴ്സ് പെർഫോമൻസ് ആയിരിക്കാം. നരേൻ പറഞ്ഞ പോലെ ഒരു ഫേറ്റ് ഓഫ് എ ഫിലിം ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഇറ്റ് ഇസ് മാർക്കറ്റഡ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് അത് എങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ ടീം കൊണ്ടുവരുന്നത് എന്നുള്ളത്. പല പുതിയ ആൾക്കാർക്കും അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഗൈഡൻസ് ചിലപ്പം കിട്ടാറില്ല. സോ ദേ ഗോ ആൻഡ് ഫോൾ ഇൻ ദ റോങ് ഹാൻഡ്സ്. ആൻഡ് ടൈം ഓഫ് റിലീസ്, ഇതൊക്കെ എസ്പെഷ്യലി ചെറിയ പടങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ബഡ്ജറ്റിലും ന്യൂ കമേഴ്സൊക്കെ വെച്ചെടുക്കുന്ന പടങ്ങൾ, അത് മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഈ കാലത്തും. അതൊരു സിനിമയുടെ നമ്മുടെ സിനിമ ഭാഷ ഇപ്പൊ നല്ല തലയിലെടുത്ത് എന്നൊക്കെ പറഞ്ഞു ലക്ക് വരുന്നത് അവിടെയാണ്. ലക്ക് ഭയങ്കര ഒരു സംഭവമല്ലേ മൂവീസില്? സംഭവം എല്ലാത്തിലും തന്നെയല്ലേ, സിനിമയിൽ മാത്രമല്ലോ. ആ സിനിമയിൽ കുറച്ചുകൂടി എവിഡന്റ് ആണെന്ന്. എവിഡന്റ് ആണെന്ന്. അതെ.
സന്ദീപിന്റെ ഇപ്പോൾ ഒരു മൂവീസിന്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ കയറി കയറി പോകുന്ന ഒരു ഗ്രാഫാണ്. അത് ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒന്നുപോലെ അല്ല വേറൊന്ന്, ഒരു നല്ലൊരു ഗ്രാഫാണത്. അപ്പോൾ ഈ എക്കോ പോലത്തെ ഒരു മൂവി, അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി നല്ല ശ്രദ്ധിച്ച് അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു കഥ നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ മൂവിയിൽ എങ്ങനെയാണ് മൂവീസ് ചൂസ് ചെയ്യുന്നത്? സ്ക്രീൻ പ്ലേ ആണ് ഫസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ആണ് ഫസ്റ്റ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. അത് കഴിഞ്ഞിട്ടായിരിക്കും മോസ്റ്റ്ലി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പം പക്ഷെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ടീമും പ്രൊഡക്ഷൻ ഹൗസും ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും, ഇപ്പോൾ സൗണ്ട്, ആർട്ട്, എല്ലാത്തിലും. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മളൊരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ വക ഏരിയാസ് എല്ലാം ഓൾറെഡി ഒരു പ്രോമിസിങ് ആണെങ്കിൽ യു വിൽ ഹാവ് എ കോൺഫിഡൻസ്, ലൈക്ക് കൊള്ളാം, നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എല്ലാത്തിനും മേളിൽ സ്ക്രീൻ പ്ലേ തന്നെയാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത്. ഇപ്പം പടക്കളം അത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കളം നോക്കുമ്പോഴത്തേക്ക് നമ്മളൊരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഞെട്ടിപ്പോകുന്ന പോലെ, അതായത് ഒരാളുടെ ക്യാരക്ടർ അതേപോലെ ഇപ്പൊ ഷർഫിക്കാട് അത് അതേപോലെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സന്ദീപിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനൊരു കാര്യം പെട്ടെന്ന് ഇത് വേറൊരാളായല്ലോ എന്നുള്ളൊരു സംഭവം. അപ്പോൾ എങ്ങനെയായിരുന്നു അത് അങ്ങനെ അങ്ങ് അഡാപ്റ്റ് ചെയ്തെടുത്തത്? അല്ല, പടക്കളത്തിന് ഈ എസൻസ് ഓൾറെഡി മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മാറുമ്പോൾ വരേണ്ട എസെൻസുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വലി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഷറഫിക്കാണെങ്കിലും എനിക്കാണെങ്കിലും. പക്ഷെ ആഫ്റ്റർ ഓൾ ആ സിനിമയുടെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്ക്രീൻ പ്ലേയിൽ നമുക്ക് മനസ്സിലാവില്ല പുള്ളി എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകണമെന്ന് അറിയത്തില്ല. നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷറഫിക്ക ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എല്ലാവരും അവരവരുടെ ക്യാരക്ടറായിട്ട് നിന്ന് ആദ്യം കുറച്ച് ഷെഡ്യൂള് അഭിനയിച്ചതിന് ശേഷം ബാക്കി എല്ലാവർക്കും അറിയാം ഏകദേശം, ഓക്കെ ഈ ക്യാരക്ടർ ജിതിൻ ഇങ്ങനെയാണ് അഭിനയിച്ച് വെച്ചിട്ടുള്ളത്, രഞ്ജിത്ത് ഇങ്ങനെയാണ് അഭിനയിച്ച് വെച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് റെഫറൻസ് ആക്കി നമ്മുടെ രീതിയിൽ ആദ്യം പറഞ്ഞു തന്ന ആ എസൻസും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ആദ്യം ഒരു റെഫറൻസ് പോയിന്റ് വേണം. അപ്പൊ ആ റെഫറൻസ് പോയിന്റ് എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് ചെയ്ത്, പിന്നെ ഓഫ് സ്ക്രീൻ കെമിസ്ട്രിയും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവര് നമ്മളോടുള്ള അപ്രോച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഷറഫിക്കൻ്റെ അടുത്ത് നിന്ന് പറയും. ആ ചിരിയൊക്കില്ല, ആ ഒരു വില്ലൻ, അതൊക്കെ ഷറഫിക്കയുടെ ഒറിജിനൽ പുള്ളി കൊണ്ടുവന്ന ഒരു സാധനം. അപ്പൊ അതാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. അപ്പൊ അതേപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട്. ഇപ്പൊ സുരാജേട്ടനാണെങ്കിലും എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, എടാ ജിതിൻ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ 3 ആക്ടേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഓഫ് സ്ക്രീൻ കമ്മ്യൂണിക്കേഷൻ ആണ് അതിന് ഹെൽപ്പ് ചെയ്തത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ അല്ലേ?